ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതിഗംഭീരമായിട്ടുള്ള പ്രകോപനമാണ് നമ്മുടെ സഭയിൽ കാട്ടിക്കൂട്ടിയത്. തന്റെ കയ്യിലുള്ള ആ ഒരു അടിയന്തര പ്രമേയത്തിന്റെ ആ ഒരു കടലാസ് മേശപ്പുറത്തേക്ക് എറിയുന്നു, അവിടെ ഇരിക്കുന്നു. നോക്കൂ, നമ്മുടെ നിയമസഭയിലെ ഒരു മുതിർന്ന നേതാവാണ്, ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ അതിഭീകരമായിട്ട് പ്രകോപിതനായത്. എന്തായാലും ആ പ്രകോപിതനായിട്ടുള്ള വീഡിയോ ഭയങ്കര രസമുണ്ട് കാണാൻ. ഒന്ന് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം പ്രകോപിതനായത് എന്നുള്ള ചില കണ്ടെത്തലുകളൊക്കെ ആളുകൾ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് കടക്കാം. പ്ലീസ്. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ്, അങ്ങ് വളരെ സീനിയർ ആണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ്, അവിടെ ഇരിക്കെ പ്ലീസ് പ്ലീസ് പ്ലീസ്. സുഹൃത്തുക്കളെ, ഈ സഭയിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് തലേ ദിവസം തന്നെ ചില മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായെന്നും ആ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയ ചില വാക്കുകളുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എതിരായിട്ട് വന്ന ചില വാക്കുകളുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പ്രകോപിതനായിട്ട് ഇപ്പോൾ ഈ സഭയിൽ പ്രവർത്തിക്കേണ്ടി വന്നു എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഒന്ന്, മാരാമൻ കൺവെൻഷനിൽ നിന്ന് നമ്മുടെ വി.ഡി. സതീശനെ ഒഴിവാക്കി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കൈരൽ, അത് 24-ൽ വന്നൊരു വാർത്തയാണ്. കൈരളി ന്യൂസിൽ വന്നത് CH മുഹമ്മദ് കോയ സെന്ററിന്റെ പരിപാടിയിൽ നിന്ന് വി.ഡി. സതീശനെ ഒഴിവാക്കി. ഈ ഒഴിവാക്കിയ പരിപാടിയിലേക്കെല്ലാം ഇപ്പൊ ആരെയാണ് കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലാണ് പോകുന്നത്. വി.ഡി. സതീശനേക്കാൾ കൂടുതൽ രമേശ് ചെന്നിത്തലിന്റെ പേരുകളൊക്കെ ആളുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആ ഒരു നേതാവിന്റെ പുറകില് അണികളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും അടുത്ത ഒരു ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വി.ഡി. സതീശനെ മാറ്റി നിർത്തുകയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ ഒരു മുന്നോട്ട് നീക്കുവോ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട് താനും. എന്തായാലും കോൺഗ്രസിൽ ഐക്യ സന്ദേശം വളരെ അകലെയാണ്. സംയുക്ത വാർത്താ സമ്മേളനം നടന്നില്ല എന്ന് മനോരമ തന്നെ ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. യോഗത്തിൽ ഇടഞ്ഞ സതീശനും AP അനിൽകുമാറും എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. സുജിത് നായരാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഐക്യ സന്ദേശം നൽകാനായി KPCC യോഗത്തിൽ നടത്തിയ വൈസി നിർദ്ദേശിച്ച സംയുക്ത വാർത്താ സമ്മേളനം നടന്നില്ല. ഞായറാഴ്ചത്തെ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനങ്ങൾ ICC ജനറൽ സെക്രട്ടറി ദീപ ദാസ്മുഖ്യ സാന്നിധ്യത്തിൽ KPCC പ്രസിഡന്റ് സുധാകരനും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചേർന്ന് ഇന്നലെ വിശദീകരിക്കാനായിരുന്നു ധാരണ. പക്ഷെ ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ആ ഒരു സംഗതിയിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഇപ്പൊ തന്നെ ഇവരുടെ മുമ്പിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ജില്ലാതല ഏകോപനം ശക്തമാക്കാനുള്ള സംവിധാനത്തിന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം രൂപം നൽകി. മിഷൻ 2025 ചുമതല വഹിക്കുന്ന നേതാവ്, DCC പ്രസിഡന്റ്, ജില്ലയുടെ ചുമതല വഹിക്കുന്ന KPCC ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലും ജില്ലാ ചുമതലയുള്ള ICC സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ ഗംഭീരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുക എന്നൊക്കെയാണ് ഇവരെ സംഗതികൾ. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. ഇവിടുന്ന് വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എക്കാലവും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. KPCC രാഷ്ട്രീയ സമിതി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ CPM-ന്റെ ഒരു വിഭാഗം അജണ്ടയാണ്. അത്തരം ചർച്ചകളൊക്കെ പൂർണ്ണമായിട്ടും എടുത്തു കളയണമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ സതീശന്റെ ഈ ഒരു അടുത്ത കാലത്തുണ്ടായ പല നിലപാടുകളും അതൊക്കെ വളരെ പൊളിഞ്ഞു പാളീസായതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് സതീശൻ പോകുന്നത്. അദ്ദേഹം അറിയാതെ ഇങ്ങനെ പ്രകോപിതനായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സഭയിൽ അങ്ങനെ പ്രകോപിതനായതുകൊണ്ട് ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതിനുള്ളൊരു പ്രശ്നമൊന്നും അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ട് അദ്ദേഹം എടുത്ത നിലപാടുകളും ആ നിലപാടുകൾ അദ്ദേഹത്തിന്റെ പരാജയങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് ഒരൊറ്റ വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിലേക്ക് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് കണ്ടുപോകും. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനൊക്കെ ഞങ്ങൾ എതിർത്തു. നോക്കൂ, ഈ അടുത്ത കാലം വരെ അദ്ദേഹം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രൊജക്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു മടിയില്ലാതെ അതിനൊക്കെ ഞങ്ങൾ എതിർക്കുമെന്നാണ് പറയുന്നത്. എതിർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ആ എതിർപ്പിന്റെ സ്വരം വെക്കുന്നത് എന്ത് കാര്യം കൊണ്ടാണ്? ചുമ്മാ അങ്ങോട്ട് എതിർക്കുകയാണോ? ഉദാഹരണത്തിന് ഒരു ഗവൺമെന്റ് സംഗതി മുന്നോട്ട് കൊണ്ടുവരുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു മദ്യ ഷാപ്പ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ എതിർക്കാൻ കാരണം ഉണ്ടായിരിക്കും. തൊട്ടടുത്ത് സ്കൂളുണ്ട്, അല്ലെങ്കിൽ ജനവാസ മേഖലയാണ്, ഈ ഭാഗത്ത് മദ്യ ഷാപ്പ് വരുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എതിർക്കാം. പക്ഷേ വി.ഡി. സതീശൻ ഇത്ര കാലവും എന്തെങ്കിലും കാരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടല്ല ഈ എതിർപ്പുകളെല്ലാം പറഞ്ഞു തന്നതാണ്.
എന്തായാലും അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ പലപ്പോഴും BJP-യിലെ നേതാവായിട്ടുള്ള സുരേന്ദ്രൻ എതിർക്കുന്ന പോലെയാണ്. കേട്ടോക്കാം. ഞങ്ങൾ എതിർക്കും. ഈ പ്രദേശത്ത് ഹൈവേക്കെതിരായി അതിശക്തമായ പ്രശ്നവും കേരളയിൽ നടത്തിയതിനേക്കാൾ വലിയ പ്രശ്നം കാസർഗോഡ് മുതൽ ആരംഭിക്കാൻ പോയ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നം. ഈ സമരത്തിന് ഞങ്ങള് പിന്തുണ നൽകും. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. അത് ആ വിഴിഞ്ഞത്തിനെ പറ്റിയിട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. വിഴിഞ്ഞ യാഥാർത്ഥ്യമായി അതൊരു ചരക്ക് നീക്കൊക്കെ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ഈ നിലപാടുകളൊക്കെ എവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും വലിയ പിടുത്തമില്ല. പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ ഒരടി പോലും അത് ഉദ്ഘാടനം ചെയ്യാനായി. ഫോണിന്റെ ഉദ്ഘാടന മഹാമഹം നടക്കാൻ പോവുകയാണ്. ആ ഉദ്ഘാടന ചടങ്ങും അനുബന്ധ ചടങ്ങുകളും എല്ലാം ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചിട്ടുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. കാരണം ഒരു കാര്യമില്ല, കാരണം അത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് പിന്നെ ബഹിഷ്കരിക്കാനുള്ള വഴിയുള്ളൂ. എന്തായാലും എന്ത് പറയാൻ പറ്റും. ക്യാമറ വെച്ചിട്ടാണ് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാം, പൈപ്പ് ലൈൻ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി നിർത്തിവെച്ച് ഒന്നുകൊണ്ടും സർക്കാരിനെ വരുത്തി കഴിയാമെന്ന് കരുതണ്ട. എന്താണോ നാഷണൽ ഹൈവേക്ക് സംഭവിച്ചിരുന്നത്, എന്താണോ ഗെയിൽ പൈപ്പ് ലൈനിന് സംഭവിച്ചിരുന്നത്, എന്താണോ എടമൺ കൊച്ചി പവർ ഹൈവേക്ക് സംഭവിച്ചിരുന്നത്, അത് തന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇവിടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും. അതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ. അത് പിണറായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പിണറായി കാലം, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ കാലമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇത്ര കാലത്തിനിടയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് നടക്കി താൻ മുന്നോട്ട് വെച്ച സമരങ്ങളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ താൻ പറഞ്ഞ വാക്കുകളെ ഒരു സത്യസന്ധമായിട്ട് ഫോളോ ചെയ്യാനോ ഇദ്ദേഹത്തിന് VD സതീശന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഒരു വലിയ അടി ഇദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. അങ്ങനത്തെ ഒരു കരുതലിന് ഒരു യാഥാർത്ഥ്യത്തിന്റെ മുഖമുണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പതുക്കെയെങ്കിലും പല സ്ഥലത്തുനിന്നും ഇദ്ദേഹം ഒഴിവാക്കപ്പെടുന്നുണ്ട്. ആ ഒഴിവാക്കപ്പെട്ട സ്ഥലത്തേക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ പഴയ നേതാവ് എത്തുന്നുമുണ്ട്. അപ്പൊ പിന്നെ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അല്ല സുഹൃത്തുക്കളെ, ബൈ.